അയ്യോ പഞ്ചപാവത്തിനെ പോലെ അങ്ങ് ഇരിക്കുന്നു. എനിക്കറിയാറുത് ഞാൻ അടുക്കളയിൽ നിന്ന് ഓടിച്ചിട്ട് ഉടനെ നീ ഇവിടെ വന്ന് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറ്റം പറയൂന്ന്. ഞാൻ ചേച്ചിയെ പറ്റി എന്ത് പറഞ്ഞു? ഞാൻ എന്തായാലും പറഞ്ഞാളയാ? ഞാൻ എന്തായാലും പറഞ്ഞ അവനെന്തോന്ന് പറയാൻ? അവനൊന്നും പറഞ്ഞൊന്നുമില്ല. കള്ളം പറയാതെ എന്റെ അടുത്ത്. അവൻ ഇങ്ങനെ പറയുമായിരുന്നു ലച്ചൂസ് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് നോക്കുന്നുണ്ടെന്നല്ലേടാ? അതെ വൃത്തിക്ക് എല്ലാം കറക്റ്റ് അറേഞ്ച്ഡ് ആയിട്ട്. അയ്യോ തലയിട്ട് നോക്കുന്ന ഒരാള് ഇങ്ങ് പോരെ. ആ അമ്മൂമ്മനെ വിളിച്ചോ. അച്ഛന്റെ മോനെ പേടിച്ച് പേടിച്ചുള്ള വരവ് നോക്കിക്കേ. ഞാനിപ്പോ എല്ലാത്തിനും പിടിച്ച് തിന്നുവല്ലോ. ഓടിക്കഴിഞ്ഞ ഓടിച്ചിട്ട് ഞാൻ തല്ലു. ഞാൻ ഇവിടെ മറ്റേ ഫ്ലവർ വേസ് നോക്കാൻ വന്നേ. സിധു ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പാവമാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലച്ചൂസ് പാവല്ലേ? നമ്മുടെ ഈ വീട് നോക്കുന്നത് പോലെ തന്നെ കുഴിപ്പളത്തെ വീടും നോക്കുന്നില്ലേ? ഉറപ്പല്ലേ? ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ പാടില്ലെങ്കിലും അത്യാവശ്യം ലോക വിവരമില്ലേ? ചില കാര്യങ്ങള് എന്നേക്കാൾ കൂടുതൽ ലോകവിവരമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി അധികം പൈസ ചെലവാക്കിയില്ലെങ്കിലും പിശുക്ക് കാണിക്കാതെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നില്ലേ? സ്വാഭാവികം. നോക്കുന്നുണ്ട്. ഇതെല്ലാം നീ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് കുഴപ്പം? എനിക്കും അതിനെ ചോദിക്കണം. ചേച്ചിക്ക് എന്തിനാണ് കുഴപ്പം? എന്തിനാണ് ഇതൊക്കെ ഇവിടെ ചോദിക്കണേ? നീയും അമ്മൂമ്മയും രണ്ടുപേരും കൂടെ അടുക്കളയിൽ ഇരുന്ന് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ആന്റി ഉണ്ടായിരുന്നു, പക്ഷെ ആന്റി കുറച്ചൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ചേച്ചി കറക്റ്റ് ഇപ്പൊ പറഞ്ഞെന്ന് പറയാൻ പറ്റൂ? നീ എന്താ അമ്മൂമ്മ അടുത്ത് പറഞ്ഞേ? ഞാൻ സിദ്ധുവിന് ചേരുന്ന പെണ്ണല്ലെന്നാ. എന്നിട്ട് അമ്മൂമ്മ എന്താ പറഞ്ഞേ? എന്റെ സ്വഭാവം കൊള്ളത്തില്ല, സിദ്ധു എന്നെ സഹിച്ചും ക്ഷമിച്ചുമാണ് നിൽക്കുന്നതെന്നോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കള്ളം പറയണ്ട, ഞാൻ കേട്ടായിരുന്നു. നീ പറഞ്ഞതുപോലെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണ് അവ പറഞ്ഞത്? അത് കഴിഞ്ഞേ നിന്നെ കുറിച്ച് പൊക്കി പറഞ്ഞായിരുന്നു, അത് നീ കേട്ടായിരുന്നോ? അയ്യോ ഇത്രയും കേട്ടപ്പോ തന്നെ എന്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞായിരുന്നു. இல்ல லட்சு, அதுக்கப்புறம் உன்னை பத்தி நல்லதுதான் சொன்னாங்க. നിങ്ങളല്ലേ? ചേച്ചി സത്യമായിട്ടുള്ളവർ നല്ലവരും പറഞ്ഞു കേട്ടോ. ശരി. ശരി. വിശ്വസിക്കണല്ലേ? വിശ്വസിക്കണ്ട. അമ്മ നമുക്ക് പോയേക്കാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വെങ്കടേച്ചി, നമ്മൾ സത്യം പറഞ്ഞത് നല്ലതാണ് പറഞ്ഞത്, മാത്രമല്ല മറ്റേത് പറഞ്ഞൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞല്ല. അറിയാം. ശരി. അമ്മൂമ്മ വെള്ളം വല്ലതും ഉണ്ടോ നോക്ക്.